നമസ്കാരം. ട്രൂഷൻ നാദാപുരം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. നേട്ടങ്ങളുടെ കഥ പറയും ഇനി ഓരോ ഷോപ്പിംഗും ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ്. ഗോൾഡ് പാലസ് ഗോൾഡൻ ഡയമണ്ട്സ് OP കോംപ്ലക്സ് മെയിൻ റോഡ് കല്ലാച്ചി. അരങ്ങിലില്ലെങ്കിലും അണിയറയിലുണ്ടാവും. ഇത്തവണ പ്രാദേശിക പാർലമെന്ററി രംഗത്തേക്കില്ല എന്ന് തീർത്തു പറയുകയാണ് യൂത്ത് ലീഗ് നാദാപുരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാരിസ് ഈന്തുള്ളത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. സ്ഥാനാർത്ഥി നിർണയം പല പ്രദേശങ്ങളിലും തകൃതിയായി നടന്നുവരുന്നു. തീരുമാനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഹാരിസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മുമ്പെങ്ങുമില്ലാത്ത വിധം തെരഞ്ഞെടുപ്പിൽ യുവജന പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന മുസ്ലിം ലീഗ് പാർട്ടിയുടെ കർശന നിർദ്ദേശം നേതൃതലങ്ങളിൽ ഉണ്ടായതിനു പിന്നാലെ പാർട്ടി ബന്ധുക്കളും അഭ്യുദയകാംക്ഷികളും യുവജന പ്രതിനിധിയായി താങ്കൾ മത്സര രംഗത്തുണ്ടാവുമോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. നേതൃത്വവും ആ തരത്തിൽ മത്സര രംഗത്ത് ഉണ്ടാവണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ നാദാപുരം നിയോജക മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മണ്ഡലത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും യുവതയ്ക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം എന്നിൽ അർപ്പിതമാണെന്ന ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തോട് നീതി പുലർത്തണമെന്ന ശാഠ്യമുള്ളതിനാൽ തൽക്കാലം ഈ തവണ പ്രാദേശിക പാർലമെന്റ് രംഗത്തിലെന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ യുവജന പ്രാതിനിധ്യം ഉറപ്പുവരുത്താനാകുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി അരങ്ങിലും അണിയറയിലും യുവതയുടെ ശബ്ദമായി കൂടെയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി ബോർഡ് ജീവനക്കാർ അവകാശ സംരക്ഷണ ദിനത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വൈദ്യുതി ബോർഡ് ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നൽകുന്നതിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്നും വർക്കർ ലൈൻമാൻ പ്രൊമോഷനുകൾ തടഞ്ഞുവെച്ച നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് KEEC നാദാപുരം ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സ്തുത്യർഹമായ സേവനം നടത്തുന്ന ഇലക്ട്രിസിറ്റി ജീവനക്കാരോട് കേരള സർക്കാരും ബോർഡ് മാനേജ്മെന്റും നടത്തുന്ന നിഷേധാത്മക നിലപാട് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വി. നാബോധരൻ, സുരേഷ് ബാബു, മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ചെക്യാട് പഞ്ചായത്തിലെ പുളിയാവ് മേഖലയിൽ കോവിഡ് വ്യാപനം. ഇന്നലെ ചെക്യാട് 6 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം 40 പേരിൽ നടത്തിയ ആന്റിജൻ ടെസ്റ്റിലാണ് 5 പേർക്ക് രോഗം. 45 പേരുടെ PCR പരിശോധനാ ഫലം പുറത്തുവരാനുണ്ട്. അതേസമയം ജില്ലയിൽ ഇന്നലെ 830 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിദേശത്ത് നിന്ന് എത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരിൽ 7 പേർക്കും പോസിറ്റീവായി. 10 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 812 പേർക്കാണ് രോഗം ബാധിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ ഇതൊക്കെ മറക്കാതെ ഓർക്കണം. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുക. സ്ഥാനാർത്ഥി, വീട്ടുകരം, വസ്തുകരം തുടങ്ങിയവ അടച്ച രസീത് കൈവശം സൂക്ഷിക്കുക. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് യാതൊരുവിധ ബാധ്യതകളുമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. വീട്ടുകരം, വസ്തുകരം, ടെലിഫോൺ കുടിശ്ശിക, വാട്ടർ കണക്ഷൻ കുടിശ്ശിക ഇവയിലേതെങ്കിലും കൂടി അടക്കാനുണ്ടെങ്കിൽ ഉടൻ തന്നെ അടച്ച് രസീത് സൂക്ഷിക്കേണ്ടതാണ്. കൂടാതെ റവന്യൂ റിക്കവറി ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം പരിഹരിക്കേണ്ടതാണ്. സ്ഥാനാർത്ഥിയാകുന്ന വ്യക്തിയുടെ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള എല്ലാവിധ സ്ഥലങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെയും നിക്ഷേപങ്ങളുടെയും സ്വർണം, വാഹനം മുതലായവയുടെയും വിവരങ്ങൾ നേരത്തെ തന്നെ എഴുതി വെക്കേണ്ടതാണ്. നിക്ഷേപത്തിന്റെ കണക്കും ബാങ്ക് വായ്പകളുടെ കണക്കും നോമിനേഷനിൽ കാണിക്കേണ്ടതാണ്. നോമിനേഷൻ പൂരിപ്പിക്കുമ്പോൾ സത്യസന്ധമായ വിവരങ്ങൾ മാത്രം എഴുതുക. സ്ഥാനാർത്ഥിയാകുന്ന വ്യക്തി ഏതെങ്കിലും കേസിൽ പ്രതിയാണെങ്കിൽ ആ കേസുകളുടെ നമ്പറും സെക്ഷനും നോമിനേഷൻ കാണിക്കേണ്ടതാണ്. ഒന്നിലധികം കോടതികളിൽ കേസുണ്ടെങ്കിൽ അത് വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ്. സമരങ്ങളിൽ പങ്കെടുത്ത് നമ്മൾ അറിയാതെയുള്ള കേസുകളുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ജാമ്യം എടുക്കേണ്ടതാണ്. സംവരണ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന SC/ST സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ തഹസിൽദാറിൽ നിന്നും ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. നിക്ഷേപത്തിന്റെ കണക്കും ബാങ്ക് വായ്പകളുടെ കണക്കും നോമിനേഷനിൽ കാണിക്കേണ്ടതാണ്. നോമിനേഷൻ നൽകുമ്പോൾ 3 സെറ്റ് നോമിനേഷൻ എങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് നൽകാവുന്നതാണ്. 3 സെറ്റ് നോമിനേഷനുകൾ നൽകുന്ന സ്ഥാനാർത്ഥി 2 സെറ്റ് നോമിനേഷനുകൾ പിൻവലിക്കുന്നു എന്ന് വരണാധികാരിക്ക് എഴുതി നൽകി കൊടുക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ എല്ലാ നോമിനേഷനുകളും അസാധുവായി മാറും. സ്വന്തം വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്കാണ് മാറി മത്സരിക്കുന്നുവെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പേരുള്ള വോട്ടർ പട്ടികയുടെ ഒരു കോപ്പി കൂടി അടയാളപ്പെടുത്തി നോമിനേഷൻ സെറ്റിൽ വെക്കേണ്ടതാണ്. മത്സരിക്കുന്ന വാർഡിലെ വോട്ടർമാർക്ക് മാത്രമേ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുവാനും പിന്താങ്ങുവാനും കഴിയുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുകയും പിന്താങ്ങുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുവാനോ പിന്താങ്ങുവാനോ പാടുള്ളതല്ല. വിശ്വാസമുള്ള വ്യക്തിയെ കൊണ്ട് മാത്രമേ പേര് നിർദ്ദേശിപ്പിക്കാനും പിന്താങ്ങാനും ചെയ്യാൻ പാടുള്ളൂ.
നോമിനേഷൻ പൂരിപ്പിച്ച ശേഷം ഇക്കാര്യം വ്യക്തമായി അറിയാവുന്ന 2 പേരെ കൊണ്ടെങ്കിലും പത്രിക വായിപ്പിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പത്രിക സമർപ്പിക്കാൻ പാടുള്ളൂ. സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുന്ന ആളും പിന്താങ്ങുന്നയാളും ഒപ്പിടേണ്ട പേജുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പത്രികാ സമർപ്പണത്തിനുള്ള തലേ ദിവസം തന്നെ പത്രിക പൂരിപ്പിച്ച് വെക്കേണ്ടതാണ്. കല്ലാച്ചി ഗാലക്സിയിൽ നവംബർ 12 മുതൽ 17 വരെ സ്പെഷ്യൽ ഓഫറുകൾ. കല്ലാച്ചി ഗാലക്സിയിൽ നവംബർ 12 മുതൽ 17 വരെ സ്പെഷ്യൽ ഓഫറുകൾ. ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് 99 രൂപ, വെജിറ്റബിൾ സാൻഡ്വിച്ച് 79 രൂപ, വെജിറ്റബിൾ ബർഗർ 59 രൂപ, 2 നട്ട്സ് ബർഗർ വാങ്ങുമ്പോൾ ഒരു ചിക്കൻ ബർഗർ സൗജന്യം. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക nadavarnews.in. Honey Special Cakes. Cakes made with love in each slice.